നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇത്രയും മര്യാദക്കാരാണോ എന്ന് തോന്നിപ്പോകുന്നത്. നിലമ്പൂരിൽ എം സ്വരാജ് മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ അദ്ദേഹത്തെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുകയാണ്. അതിൽ സാഹിത്യകാരന്മാരും ഉണ്ട് എന്നുള്ളതാണ് ലജ്ജയുണ്ടാക്കുന്ന കാര്യം. എന്നാൽ ആരും ഒരിക്കൽ കൂടി ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വരാജിന്റെ ചില പരാമർശങ്ങൾ പലരും ഇപ്പോഴും മറന്നിട്ടില്ല. എം സ്വരാജിനെ കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചു. സ്വരാജിന്റെ യശസ് ഇനിയും ഇനിയും ഉയരട്ടെ എന്ന തലക്കെട്ടിലായിരുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ്: സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം സ്വരാജിന്റെ യശസ് ഉയർത്തുന്നതിന് ഉതകുന്ന എന്ത് പ്രചാരണ മാർഗം അവലംബിക്കുന്നതിലും തെറ്റു പറയാനാകില്ല. സാഹിത്യകാരന്മാർ ദന്തഗോപുരവാസികളാണെന്ന പഴി കേൾക്കാതെ ഇക്കുറി മഴ നനയാൻ ധൈര്യം കാട്ടുന്നതും ശുഭോദർക്കമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സിന്റെ ആർദ്രതയെക്കുറിച്ച് നേർസാക്ഷ്യം അറിയിക്കാൻ വിഖ്യാത സാഹിത്യകാരി KR മീരയുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്. പാർട്ടിയുടെ ദോഷൈക ദൃക്ക് എന്ന ചാപ്പ കുത്തപ്പെട്ടിട്ടുള്ള എന്നോട് പോലും സ്വകാര്യമായി എത്രയോ പാർട്ടി സഖാക്കൾ ഉള്ളിൽ തട്ടുന്ന ഭാഷയിൽ എം സ്വരാജിനെ സഹായിക്കണമെന്ന് സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടി വരുമെന്നും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ പിന്തുണയ്ക്കണമെന്നും അപരിചിതരായ എത്രയോ പേർ പാർട്ടിയോടുള്ള കൂറുകൊണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരുടെയെല്ലാം ആത്മാർത്ഥത മാനിക്കുന്നു. വ്യത്യസ്തമായ എന്തോ ഒന്ന് അദ്ദേഹത്തിൽ കാണുന്നത് കൊണ്ടാകാം ഇത്തരത്തിൽ മുഖവുരയില്ലാതെ ആത്മവിശ്വാസത്തോടെ എന്നെ ബന്ധപ്പെടാൻ പലരെയും പ്രേരിപ്പിച്ചത്. അതൊരു പിണറായി ശൈലി കൂടിയാണ്. ദുഃഖിതർ, ദുരിതബാധിതർ എന്നിങ്ങനെയുള്ളവരോട് അദ്ദേഹം മറ്റ് ശുപാർശകളൊന്നും കൂടാതെ കാട്ടുന്ന കരുണ അധികമാർക്കും അറിയണമെന്നില്ല. അതേസമയം തന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരെ കുറിച്ച് ആരെങ്കിലും എന്ത് ഏഷണി പറഞ്ഞു കൊടുത്താലും അതേപടി വിഴുങ്ങും. പ്രതികാരം ചെയ്യാനും മടിക്കില്ല. പക്ഷേ ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ശീലമുണ്ടോ എന്നതിൽ ഞാൻ ഉത്തരം പറയുന്നില്ല. ആത്മവിശ്വാസം തെല്ലുമില്ലാത്ത സദാ സംഘർഷഭരിതമായ ഒരു മനസ്സ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നെരിപ്പോടിന് തുല്യമാണ്. സ്വരാജ് എങ്ങനെ പിണറായിയുടെ കയ്യിൽ എത്തി എന്നത് ഇവിടെ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നുമില്ല. സ്വരാജുമായി ആത്മബന്ധമുള്ള ഒരു സുഹൃത്ത് എൻ്റെയും അടുത്ത സുഹൃത്താണ്. പക്ഷേ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിലും ഇക്കാര്യം മാത്രം മിണ്ടിയിട്ടില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് മാത്രം പറയുന്നു. എന്നെങ്കിലും അപകടം എൻ്റെ സുഹൃത്തിന് സംഭവിച്ചാൽ അത് ഈ ബന്ധം വഴി മാത്രമേ സംഭവിക്കൂ എന്നാണ് വിശ്വാസം. ഇത്തരത്തിലുള്ള ഊരാക്കൊടുക്കുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതത്തിൽ അത്ര പുതുമയുള്ളതല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്ക് മുകളിൽ ഞാണിന്മേൽ തൂക്കിയിരിക്കുന്ന ഡെമോക്രസിന്റെ വാൾ അറ്റുവീഴേണ്ടത് എപ്പോഴെന്ന് തീരുമാനിക്കുന്നത് കാരണഭൂതനാണ്. അതൊരു നീണ്ട കഥയായതുകൊണ്ട് ഇപ്പോൾ ഭണ്ഡാരപ്പെട്ടി തുറക്കുന്നില്ല. ഞാൻ കാണുന്ന സ്വരാജിനെയല്ല അവർ കാണുന്നത്. അവരായിരിക്കാം ശരി. എന്തായാലും അത് കാലം തെളിയിക്കട്ടെ. വേദികളിൽ നിസ്വനായി മയക്കും കൊണ്ടുവരുന്ന സ്വരാജ് സൃഷ്ടിക്കുന്ന വർണ്ണരാജിയിൽ ഭ്രമിച്ചു പോയവർ ഏറെ ഉണ്ടെന്നത് നിലമ്പൂരിലെ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും. ഒരു മജീഷ്യന്റെ ചമയങ്ങൾ അണിഞ്ഞ് അവതരിക്കുന്ന സ്വരാജ് ഏറ്റവും മിടുക്കനായ കപട സൃഷ്ടിയാണെന്നത് നിഷ്കളങ്കർ അറിയുന്നില്ല. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് കാരണഭൂതൻ ഈ പടക്കം കരുതി വെച്ചിരുന്നത്. യോഗസ്ഥലത്ത് മാലപ്പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 36 ലക്ഷത്തിന്റെ കോമ്പസ് ജീപ്പിന്റെ പ്രഭാവലയം ജനങ്ങളുടെ കണ്ണിൽ പെടണമെന്നില്ല. 36 ലക്ഷം രൂപയുടെ കോമ്പസ് ജീപ്പ് കൊണ്ടു നടക്കുന്നത് ഒരു അപരാധമല്ല എന്നത് എത്ര ഞൊടിയിടയിലാണ് സ്വരാജ് സമർത്ഥിച്ചെടുത്തത്. ഇത്ര മുന്തിയ കാർ വാങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അനുമതി കൂടി എടുക്കണമായിരുന്നു എന്നത് തനിക്കറിയില്ലായിരുന്നു എന്ന സ്വരാജിന്റെ പഞ്ച് ഡയലോഗ് കേട്ട് വിഖ്യാത നോവലിസ്റ്റ് KR മീര പൊട്ടി ചിരിച്ചത് കണ്ടപ്പോൾ ആ പ്രയോഗം ഏശിയെന്നും പ്രതിപക്ഷം അതോടെ എളുപ്പരായെന്നും ബോധ്യമായി. അതാണ് യഥാർത്ഥ ഗീബൽസ്. പച്ചമാംസത്തിൽ കുത്തുവാക്ക് കൊള്ളുമ്പോൾ ശരീരം പുളയും. തീ വീണ മനസ്സ് തുറന്നല്ലേ പറഞ്ഞതാ. എല്ലാം കൂടി 1-2 കോടിക്ക് താഴെയേ വരൂ എന്ന്. അത് അറമ്പറ്റി. ചിലപ്പോൾ അതും കൂടി ചേർത്തായിരിക്കും മീര ചിരിച്ചത്. എന്തായാലും മീരയുടെ അടുത്ത നോവലും ഉടൻ വരുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ആരോപണം എങ്ങനെ ആവിയാക്കണമെന്നതിൽ ഏത് പ്രതിപക്ഷ നേതാവിനും സ്വരാജിൽ നിന്ന് ശിഷ്യത്വം നേടാം. ആരാധകർ കാണുന്ന സ്വരാജും ഞാൻ കാണുന്ന സ്വരാജും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 70കളുടെ തുടക്കത്തിൽ പിണറായി വിജയൻ തലശ്ശേരിയിൽ ഒരു സഹകരണ സംഘം പ്രസിഡന്റായിരുന്നപ്പോൾ കേരളത്തിൽ ആ മേഖലയിൽ ആദ്യമായി അദ്ദേഹം കാർ വാങ്ങിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്നോളം ആരും അതിന് ധൈര്യം കാണിച്ചിരുന്നില്ലത്രേ. പക്ഷേ അന്ന് അദ്ദേഹം അത്രത്തോളമേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ 40 കാറുകളുടെ അകമ്പടിയോടെയാണ് യാത്ര. വേണമെങ്കിൽ 2-3 കാറിന്റെ അകമ്പടിയോടെ യാത്ര ചെയ്താൽ പോരെ എന്ന് ചോദിക്കാനുള്ള സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ അവകാശം സ്വരാജ് തീരെഴുതി കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിന്റെ ന്യൂനത. അതല്ലേ സംഭവിക്കുന്നത്? 36 ലക്ഷം രൂപയുടെ വില പിടിച്ച കാറിൽ സഞ്ചരിക്കാനായി അവസരം കിട്ടാൻ സ്വരാജ് കണ്ണടച്ചു കൊടുക്കുന്നു. ഈ രാഷ്ട്രീയം പേറുന്നത് തത്വാധിഷ്ഠിതമാണോ?
അപ്പോൾ എവിടെയാണ് സ്വരാജിന്റെ മഹത്വം? കേരളത്തിലെ പാർട്ടി നേതൃത്വം അംഗീകരിച്ചു തരില്ലെങ്കിലും പാർട്ടിയിൽ അപജയങ്ങൾ വർദ്ധിച്ചിരിക്കുന്നുവെന്നും എല്ലായിടത്തും പണാധിപത്യമാണെന്നും നയവ്യതിയാനങ്ങൾ കൂടുകയാണെന്നും പാർട്ടി തന്നെ സ്വയം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. വാക്ചാതുരി കൊണ്ട് അണികളെ സുഖിപ്പിക്കുന്ന സ്വരാജ് ബലികുടീരങ്ങളിൽ കഴിയുന്നവരെ ഒരിക്കലെങ്കിലും ഓർത്തിട്ടുണ്ടോ? അവരോട് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എന്ത് തെറ്റിദ്ധരുത്തലാണ് സ്വരാജ് നടത്തിയിട്ടുള്ളത്? അതോ പാർട്ടിയെ തെറ്റായ വഴിയിൽ നയിക്കുന്നവരെ സുഖിപ്പിക്കാനുള്ള വാക്ചാതുരി പ്രയോഗിച്ച് പാവം സഖാക്കളെ കബളിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആ പണിക്കാണോ സ്വരാജിന് പ്രതിഫലം കിട്ടുന്നത്? എങ്ങനെയാണ് സ്വരാജ് വ്യത്യസ്തനാകുന്നത്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കാൻ നൽകിയ ദശലക്ഷക്കണക്കിന് പണം ഏറ്റുവാങ്ങിയത് എങ്ങനെയാണ് ചോർന്നത്? എങ്ങനെയാണ് മാതൃകാ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണം അവിടെ ഭൂഷണമാകുന്നത്? കൂടുതൽ നീട്ടുന്നില്ല. ഈ പാർട്ടിയുടെ മുന്നണി പടയാളിയാണ് സ്വരാജ് എന്നത് സമ്മതിക്കുന്നു. BS-നെ വെട്ടാനുള്ള കൈക്കോടാലിയായി പ്രവർത്തിക്കാൻ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ആയിക്കോളൂ. പക്ഷെ ദിവസവും തിന്നുകൊണ്ടിരിക്കുന്നത് മാർക്സിസത്തിന്റെ ഉൾക്കാമ്പാണെന്ന് പറഞ്ഞാൽ തലയാട്ടാൻ KR മീരമാരെ കാണൂ. പക്ഷേ അതിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. ഹൃദയം തുറന്നു പറയൂ, അടുത്ത വർഷാവസാനം കേരളത്തിൽ ചെങ്കൊടി പൂഴിമണ്ണിൽ നിലംപൊത്തി വീണുകഴിഞ്ഞാൽ റഷ്യയിലെ ലെനിൻഗ്രാഡിൽ അവസാനത്തെ പടയാളി ദുഃഖഭാരത്തോടെ വേച്ചു നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവശേഷിച്ച ഊർജം കൂടി സംഭരിച്ച് മുഷ്ടി വീണ്ടും ചുരുട്ടി ചങ്ക് പൊട്ടുമാറുച്ചത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടിയെങ്കിലും കേൾക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്.